കാലത്ത് പറഞ്ഞതല്ലേ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടത്തിയൊരു പരാമർശം അത് വലിയ വിവാദത്തിനിടയാക്കിയിട്ടുണ്ട്. അത് സ്ത്രീകളെ വളരെയധികം താഴ്ത്തിക്കെട്ടുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത്. പ്രതിപക്ഷം എന്താണ് പറയുന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനമല്ല, പക്ഷെ പ്രധാനമാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളതാണല്ലോ പ്രധാനം. ഞാനിവിടെ പറഞ്ഞത് വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണ്. പ്രിയദർശിനി എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചത്? പ്രിയദർശിനി ഞങ്ങളെ പഠിപ്പിച്ചത് കേരളത്തിലെ സ്ത്രീകളുടെ ഡിസ്ട്രസ് വളരെ വലുതാണ്. അവരങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. അവർക്ക് ബസ് കാശ് കൊടുക്കാൻ പോലും ഇല്ല. 2000 രൂപയോ 3000 രൂപയോ അല്ലെങ്കിൽ 1500 രൂപ പോലും ഒരു മാസത്തിൽ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത് അവർ വളരെ വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 50 രൂപ അല്ലെങ്കിൽ 70 രൂപ എന്നുള്ളത് താങ്ങാനാവാത്ത ഒരു കാര്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങളുടെ അടക്കം കണ്ണു തുറപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ മുന്നണി അത് ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലേ? കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വമോ മറ്റ് സാമൂഹിക നേതൃത്വങ്ങളോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു വലിയ ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ മുൻപ് രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് പ്രിയദർശിനി കൊണ്ടുവന്നത്. ഇനി ഈ പ്രിയദർശിനി കൊണ്ടുവന്ന പോലെ തന്നെ 3 മേഖലകളിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ്. ഏതൊക്കെയാണ് ആ 3 മേഖല? ഒന്ന്, പൊതുഗതാഗതത്തിൽ നമ്മൾ ഇടപെട്ടു, മിതമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ, എല്ലാ സ്ഥലത്തും പ്രിയദർശിനി ഇല്ലല്ലോ. 2, പൊതുവിദ്യാഭ്യാസം. 3, പൊതുജന ആരോഗ്യം. അതിൽ പൊതുജന ആരോഗ്യ രംഗത്തും ആളുകൾ ഡിസ്ട്രസ് കൊണ്ട് ഏറ്റവും വിഷമകരമായ അവസ്ഥയിൽ പോലും അവർ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സർക്കാരിനെ ആശ്രയിക്കാനുള്ള അത്രയും ഡിസ്ട്രസ് അവർക്കുണ്ട്. പക്ഷേ അവരാകെ കൂടെ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ടാവരുതേ എന്ന് കരുതിയിട്ട്, ശരിയായോ തെറ്റായോ, അവർ പലപ്പോഴും സൗജന്യമായിട്ടുള്ള സ്കൂളുകളിൽ വിട്ടിട്ട് സൗജന്യമല്ലാത്ത സ്കൂളിലേക്ക് പോകാൻ അവരുടെ തീരുമാനമാണ്. അപ്പോൾ അതും വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കിതിങ്ങനെ പറ്റി, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തവരെ വളർത്തണം എന്നതും അവരുടെ ഡിസ്ട്രസിൻ്റെ ലക്ഷണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ക്ഷമിക്കണം, സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞത് പറയാനുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. അങ്ങനെയാണ്. ഇനിയും അതിൻ്റെ കൂടെ തന്നെയാണുള്ളത്. പ്രിയദർശിനിയുടെ വമ്പിച്ച വിജയം, ആ വമ്പിച്ച വിജയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ അതിനിടയിൽ നിങ്ങൾ തന്നെ ഉന്നയിച്ചു, പലരും പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകാർക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. അതും പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. എങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ പീപ്പിൾ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയിലൊക്കെ 85% കേരളയിൽ ഇപ്പോൾ പെൺകുട്ടികളാണെന്നുള്ളതുകൊണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ സഹായം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ എങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ വിപുലീകരിക്കാം, നമ്മുടെ നാട്ടിലെ ഡിസ്ട്രസ്സിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് എൻ്റെ അടിസ്ഥാനപരമായ വിഷയം. പ്രതിപക്ഷത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതിപക്ഷത്തായിട്ടൊന്നും കോൺഫ്രണ്ടേഷനൊന്നുമില്ല. അപ്പോൾ ഈ പ്രിയദർശിനി ആദ്യത്തെ ദിവസം ബഹിഷ്കരിച്ചു എന്നല്ലാതെ അവരിപ്പോൾ ഞങ്ങൾക്കെതിരായിട്ടൊന്നും എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ അവർ ചെയ്ത ഒരു കാര്യം, അവർ ചെയ്താത്തിരുന്നൊരു കാര്യം, കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. വെറും സ്റ്റേറ്റ്മെൻ്റ് അല്ല. കേരള ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു, കേവല ദാരിദ്ര്യം പ്രത്യേകിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം വന്ന് പറഞ്ഞു, ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞു, ദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല, കടുത്ത ദാരിദ്ര്യം നിലനിൽക്കാൻ കാരണങ്ങൾ പലതാണ്. പക്ഷേ കടുത്ത ദാരിദ്ര്യം നിലനിൽക്കുകയാണ്. അത്തരത്തിലുള്ള കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കണ്ണു തുറപ്പിക്കുന്ന നടപടിയാണ് പ്രിയദർശിനി എന്ന് ഞാൻ വീണ്ടും ഇപ്പോൾ പറയുകയാണ്. അതിനെ ഞാൻ വളച്ചൊടിച്ചെന്നോ എന്താ പറയുക പൊട്ടിച്ചെന്നോ ഒന്നും ഞാൻ ആക്ഷേപിക്കാനില്ല. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവുന്നില്ല, മലയാളികൾ പാവപ്പെട്ടവർ പണക്കാരെ പോലെ അഭിനയിക്കുന്നതെന്നൊക്കെ പറയുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഫെമിനിസ്റ്റ് പറഞ്ഞത്. അതാണ്
പാവപ്പെട്ടവർ പണക്കാരെ പോലെ അഭിനയിക്കുന്നു. അങ്ങനെയാണ് ഈ സ്ത്രീകൾ ഏതെങ്കിലും ഒന്ന് പറയൂ. പിന്നെ അതായത് നമ്മളത് ഒരു ലോങ് സ്പീച്ചായിരുന്നു. ഞാൻ ഓരോ മിനിറ്റും എന്താ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുന്നില്ല. എഴുതി തയ്യാറാക്കിയ പ്രസംഗമല്ല. പലപ്പോഴും പാവപ്പെട്ട ആളുകളാണെങ്കിലും അവർ വെൽ ടു ഡു ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെയല്ല. നമ്മളിപ്പോൾ ഒരാളെ പാവപ്പെട്ട ഒരാളെ പെട്ടെന്ന് അവരുടെ ഡ്രസ്സ് കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ റിയലി പുവർ, അവരിൽ പൈസയൊന്നുമില്ല. കാരണം അവർക്ക് അവരെ സ്വന്തം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാനായിട്ട്. പ്രത്യേകിച്ചും ഷോപ്പ് കീപ്പേഴ്സ് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ള ചെറിയ ചെറിയ ജോലികൾക്ക് 10,000 രൂപ 2,000 രൂപയ്ക്കൊക്കെ ഉള്ള അല്ല സോറി 12,000 രൂപയ്ക്കൊക്കെ ഉള്ള ജോലി ചെയ്യുന്നില്ലേ. അവരൊക്കെ നല്ല രീതിയിലാണ് അവരെ സ്വയം പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലാത്ത പോലെ പണ്ടത്തെ പോലെ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഇപ്പോൾ ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഒരേപോലത്തെ 2 ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആളുകളിൽ അതിലൊരാൾ വളരെ പാവപ്പെട്ട ആളാണ്. അവർക്ക് അവരുടെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് വായിക്കാൻ പൈസ ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ മൊത്തം സ്പിരിറ്റ് കേരളത്തിൽ ഒരു 35-40% ആളുകൾ അതീവ ദുഃഖം, ഈ സാമ്പത്തികമായിട്ടുള്ള ഡിപ്രൈവേഷൻ, ഇല്ലായ്മകളുള്ളവരാണ്. അവരതിനെ മറികടക്കാൻ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളിൽ ഒരു ഗൗരവമായ ഇടപെടലായിരുന്നു പ്രിയദർശിനി. തള്ളിക്കളയെന്നുള്ള വാക്കിന് ഇനി ഉപയോഗിക്കാതിരിക്കാം. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അപ്പം ഉണ്ടായിപ്പോയല്ലോ. അല്ല, ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല. എൻ്റെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതിൽ ഞാനിനി ഒരു കാര്യം ലേണിംഗ് ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ കൂളായിട്ട് പണ്ടത്തെ പോലെ പ്രസംഗിക്കരുത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും CP ജോണിനെ ഇത്രയും വെയിറ്റ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇറ്റ്സ് എ ലേണിംഗ് ഫോർ മീ. അതൊരു പഠനമാണത്, എനിക്കൊരു പഠനമാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം. അല്ല, ഞാൻ പരിഹസിക്കാൻ വേണ്ടി പറയുന്നല്ല. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ പറയാണ്, എന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാനങ്ങനെ പറയുമോ, അധിക്ഷേപിക്കുമോ സ്ത്രീകളെ അല്ലെങ്കിൽ തൊഴിലാളികളെ? അപ്പോൾ അത് നിങ്ങൾ ഒരു പരാതി മാത്രമേ എനിക്കുള്ളൂ. ഇതാദ്യം കൊടുത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാധ്യമം അത് കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. ചോദിക്കാത്തതുകൊണ്ട് വിരോധമൊന്നുമില്ല. ചോദിക്കാത്തത് ആരാന്ന് എനിക്കറിയാം. അവരോടും പരാതിയില്ല. അവർ വന്നാൽ ഇനി സംസാരിക്കാം. മാധ്യമങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യല്ല. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുകയല്ല, ചെയ്യുമ്പോൾ ഒരു മഹത്തായ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം ഡാമേജ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. ഞാനത് ഡാമേജ് ചെയ്യാനല്ലല്ലോ ഉദ്ദേശിക്കുക. ഞാനതിനെ പുകഴ്ത്താനല്ലേ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ലേ, അതല്ലേ എൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ അതിനെ താഴ്ത്തി കാണിച്ചു എന്നുള്ള ഒരു പ്രചരണം കൊണ്ട് നാട്ടിൽ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അല്ലാതെ എനിക്കതിലൂടെ പരിഭവമൊന്നുമില്ല. മാധ്യമങ്ങളുടെ അതെ, അതപ്പോൾ അത് ചെയ്യുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രിയദർശിനിയെ ഞാനിപ്പോൾ ഇനി ഔദ്യോഗികമായിട്ട് പറയാം, പ്രിയദർശിനിയെ ഉയർത്തിപ്പിടിക്കാനാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പ്രിയദർശിനിയിൽ കയറുന്ന സ്ത്രീകളുടെ പ്രയാസമാണ് ഞാൻ വിവരിച്ചത്. ആ പ്രയാസങ്ങളിൽ വാസ്തവത്തിൽ പലപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറയാറുണ്ട്. അത്തരത്തിലുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ പേരിൽ ഇപ്പോൾ ആർക്കും ഒരു കൺസെഷനൊന്നും എനിക്ക് തരണ്ട. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ പ്രതികരണത്തെക്കുറിച്ചൊരു വിമർശനം നടത്തുമ്പോൾ അതെന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നല്ലതാകുമായിരുന്നു. ഇല്ല. അതിൻ്റെ കാരണം പറയാം. ഇതൊരു ജെൻഡർ പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? നിങ്ങൾ ചോദിച്ചത് നന്നായി. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല വേദികളിലും ചർച്ച ചെയ്യുമല്ലോ. വേണമെങ്കിൽ അങ്ങനെ പരിമിതപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ ചില സ്റ്റേറ്റുകളിലാണെങ്കിൽ അവർ എന്ത് കാണിക്കണം? കാർഡ് കാണിക്കണം. ലൈക്ക് നമ്മുടെ ആധാർ കാർഡൊക്കെ കാണിച്ച് മലയാളികൾക്ക് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, വേറെ സ്റ്റേറ്റുകാർക്ക്. നമ്മുടെ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ആ സ്ത്രീകളുടെ അവകാശം ഉപയോഗിക്കാൻ വേണ്ടി ഓരോ തവണയും ഞാൻ പാവപ്പെട്ട ആളാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. ഇത് ഞാനെടുത്തൊരു സമീപനമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. അതിൽ
എന്തുകൊണ്ട് പലരും വളരെ വിദഗ്ധന്മാരായ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഒരു 20% കുറയ്ക്കാൻ പറ്റും, 30% കുറയ്ക്കാൻ പറ്റും. പക്ഷെ അവിടെയും ഞാൻ പാവപ്പെട്ടവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അവരുടെ ആംഗിളിലാണ് പറയുന്നത്. അവരുടെ ആംഗിൾ എന്താണ്? ഒരു സ്ത്രീ എപ്പോഴും പോയിട്ട് ബസ്സിൽ പോയിട്ട് അയ്യോ ഇത് ഞാൻ പാവപ്പെട്ട സ്ത്രീയാണ്, എനിക്ക് കൺസെഷനുണ്ട്, ഇതെനിക്ക് തരണമേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടാവരുത്. അല്ലാതെ പണക്കാർക്ക് കൊടുത്തതല്ല. പാവപ്പെട്ടവർ പാവപ്പെട്ടവരാണെന്ന് ഒരു ദിവസം 4 തവണ പറയേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് യൂണിവേഴ്സലാക്കിയത്. ഇതൊക്കെ ഞാനിപ്പോൾ വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഓക്യുപ്പേഷണലായ പ്രോബ്ലമാണ്. പക്ഷേ എനിക്ക് ഉള്ള ഒരൊറ്റ പരാതിയേ ഉള്ളൂ. എൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഇതിപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും ഒരുമിച്ചല്ലല്ലോ കൊടുത്തത്. ആദ്യം കൊടുത്തൊരു ചാനലുണ്ടാവുമല്ലോ. ആ ചാനൽ എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. അതുകൊണ്ട് പണക്കമൊന്നുമില്ല. അവർ കൈയടിച്ചത് പ്രിയദർശിനി പ്രശ്നത്തിൻ്റെ പേരിലല്ല. അവരുടെ കാര്യം കേട്ടപ്പോഴായിരിക്കും കൈയടിച്ചത്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ഓർമ്മയില്ല. അവരോട് പറഞ്ഞത് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. പൊതുഗതാഗതത്തിൽ പ്രൈവറ്റ് എന്നോ ഗവൺമെൻറ് എന്നോ തിരിക്കുന്നില്ല. പൊതുഗതാഗതത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർമാരായിട്ടാണ് ഞങ്ങൾ സ്വകാര്യ ബസ്സുകാരെ കാണുന്നതെന്നുള്ളത് ഞാൻ ഡേ 1 തൊട്ട് പറയുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പത്മകുമാർ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടെ വ്യക്തമാക്കാൻ പറയുന്നത് തുല്യത ഉറപ്പാക്കുക എന്നൊരു അർത്ഥത്തിൽ കൂടിയാണ്. ഒറ്റ കാര്യം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തുല്യത ഉറപ്പാക്കുമ്പോൾ 1.5 ലക്ഷം തുല്യത, അതായത് സാധാരണ ആൾക്കാരും പണമുള്ള ആളുകളും തമ്മിലുള്ള ഒരു അന്തരം കുറക്കുന്നതിൻ്റെ ഭാഗമായി അവരൊന്നിച്ച് ഈ കാർഡ് കാണിക്കാതെ കൂടി യാത്ര ചെയ്യാനുള്ള സമീപനം സ്വീകരിക്കുന്ന അതിൻ്റെ കൂടി ഭാഗമാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പണമുള്ള ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം 1 ലക്ഷം 2 ലക്ഷമുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളാണ്. പക്ഷെ അപ്പോഴും സ്ത്രീകളല്ലേ ആണ്. അത് പക്ഷേ ഒരു പ്രശ്നമാണ്. പ്രശ്നമല്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. സ്ത്രീകൾ തന്നെ കാലത്ത് പറഞ്ഞില്ലേ സ്വകാര്യ സ്കൂളുകളിലേക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതൊരു മോശം പരാമർശമല്ലേ? അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. എന്താണ് നമ്മുടെ നാട്ടിലെ കുടുംബനായകന്മാരും കുടുംബനായികമാരും അവരുടെ കുട്ടികളെങ്കിലും അവർക്ക് രക്ഷപ്പെടണമെന്ന് അവർ കരുതിയിട്ട് അവർ കുറേ ആളുകൾ അതിനുവേണ്ടി നിർബന്ധിതരാവുകയാണ്. വാസ്തവത്തിൽ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് അവർ വന്നാൽ മതി. പക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇനി ഇമ്പ്രൂവ് ചെയ്യണം. അത് താങ്കൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടികൾ അവിടെയല്ലേ പഠിച്ചത്. നിർബന്ധിതരാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള സൊല്യൂഷനായിട്ട് അവരത്തരം സ്കൂളുകളെ കാണുന്നത് അവരുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ കുട്ടികളെ പിന്നെ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറെ ചില രാഷ്ട്രീയ നേതാക്കൾ പഠിപ്പിച്ചില്ല, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇതിലെ പ്രശ്നം ഞാൻ പറഞ്ഞത് ഇതെൻ്റെ പ്രസംഗത്തിൻ്റെ സ്പിരിറ്റ് എന്താണ്. ടെക്സ്റ്റിലോ അതിൻ്റെ ഡെലിവറിയിലോ ചിലപ്പോൾ പാളിച്ച പറ്റിയിട്ടുണ്ടാവാം. ഇപ്പോൾ തള്ളിക്കയറുന്നത് പറയുന്നതിന് പകരം പറയേണ്ടിയിരുന്നില്ല. ഇപ്പം ഞാൻ എന്നെ തന്നെ ഓഡിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും വാക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ സ്പിരിറ്റ് എന്താണ്? ആസ് എ മിനിസ്റ്റർ, ആസ് ഒരു പൊളിറ്റിക്കൽ വർക്കർ, എൻ്റെ സ്പിരിറ്റ് എന്താണ്? ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നു? ഞാൻ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു, ഞാൻ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നു. ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കണം, ഗവൺമെൻറ്റിനെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥനയേ ഉള്ളൂ. അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നുമില്ല. പിന്നെ